പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ 23-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ചാണക്യ ചന്ദ്രഗുപ്തൗച വിക്രമശാലി വാഹന സമുദ്രഗുപ്ത ശ്രീഹർഷ ശൈലേന്ദ്രോ ബപ്പരാവല. നമുക്കിന്ന് ചിന്തിക്കേണ്ടത് സമുദ്രഗുപ്തൻ. ഘടോത്കചന്റെ വംശത്തിൽ ഗുപ്തവംശരാജാവായ ചന്ദ്രഗുപ്തൻ ഒന്നാമനു ശേഷം സമുദ്രഗുപ്തൻ, കുമാരഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, സ്കന്ദഗുപ്തൻ മുതലായ രാജാക്കന്മാരുണ്ടായി. അവരുടെ സാമന്ത രാജാക്കന്മാരുടെ വംശത്തിലും നിരവധി പ്രസിദ്ധ രാജാക്കന്മാരുണ്ടായി. ക്രിസ്തുവിന് ശേഷം 320 മുതൽ 510 വരെ ദീർഘകാലം ഭാരതം ഗുപ്ത ചക്രവർത്തിമാരുടെ സംരക്ഷണത്തിലായിരുന്നു. നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ചന്ദ്രഗുപ്ത മൗര്യൻ മുതൽ 1000 വർഷം നിലനിന്നത് ശാന്തിയുടെയും സമൃദ്ധിയുടെയും വ്യാപാരത്തിൻ്റെയും വിദ്യയുടെയും കാലഘട്ടമായിരുന്നു. നഗരനിർമ്മാണത്തിൻ്റെ ഒരു സുവർണ യുഗം കൂടിയായിരുന്നു അന്ന്. അങ്ങനെയുള്ളതിൽ ഏറ്റവും തിളക്കമാർന്ന അധ്യായമായിരുന്നു സമുദ്രഗുപ്തൻ മുതൽ 4 തലമുറ വരെ നീണ്ട ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിമാരുടെ കാലം. അതായത് 335 AD 335 മുതൽ 510 വരെ. ലോകത്തിൽ എക്കാലത്തുമുണ്ടായിരുന്ന ഭരണാധികാരികളിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്ന ചക്രവർത്തി എന്ന പേര് സമുദ്രഗുപ്ത ചക്രവർത്തിക്കുള്ളതാണ്. തൻ്റെ 4 പുത്രരിൽ ഏറ്റവും ഇളവനായ സമുദ്രഗുപ്തനെയാണ് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഗുപ്ത സാമ്രാജ്യത്തിൽ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ പിൻഗാമിയാക്കിയത്. കവി ഹരിസേനന്റെ വാക്കുകളിൽ നിറഞ്ഞു കവിഞ്ഞിരുന്ന രാജസദസ്സിൽ നിരവധി രാജ്യങ്ങളുടെ പ്രതിനിധികളെ സാക്ഷി നിർത്തി മഹാരാജാതിരാജൻ തൻ്റെ ഇളയപുത്രനെ അശ്രുപൂർണമായ കണ്ണുകളാൽ അടുക്കൽ വിളിച്ച് ആലിംഗനം ചെയ്തു പറഞ്ഞു, ഇനി മുതൽ നീ രാജ്യത്തെ സംരക്ഷിച്ച് 4 പാടും വിസ്തൃതമാക്കുകയും ജനങ്ങളെ പരിപാലിച്ച് ക്ഷേമൈശ്വര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക. തൻ്റെ സഹോദരനും സതീർത്ഥ്യരും ആദരവോടെ നോക്കി നിൽക്കെ സമുദ്രഗുപ്തൻ സിംഹാസരൂഢനായി. ലിച്ഛവി വംശത്തിലെ കുമാരി ദേവിയായിരുന്നു അമ്മ. AD 335 മുതൽ 380 വരെ 45 വർഷമാണ് സമുദ്രഗുപ്തൻ ഭരിച്ചത്. അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം ലിച്ഛവി രാജവംശവുമായി മൈത്രി ബന്ധം ദൃഢമാക്കുകയാണ്. അങ്ങനെ ചെയ്തപ്പോൾ നേപ്പാൾ, ബീഹാർ, ഗംഗാതടം, ഇന്നത്തെ ഉത്തർപ്രദേശ്, കുരു, ഹരിയാന അവിടെയുള്ള രാജാക്കന്മാരെയെല്ലാം തൻ്റെ അധീനത്തിലാക്കി. പഞ്ചാബ്, കാശ്മീരം, വംഗം, ദക്ഷിണാപഥം എന്നിവ ജയിച്ച് താൻ ജയിച്ച രാജാക്കന്മാരെ തന്നെ സാമന്ത രാജാക്കന്മാരാക്കി ഭരണം നിലനിർത്തി. ഇതിലൂടെ രാജാക്കന്മാരുടെ സ്വാഭിമാനം നിലനിർത്തി അവരുടെ കൃതജ്ഞതയ്ക്ക് പാത്രമാവുകയും ജനങ്ങളുടെ അനുഭാവം നേടുകയും ചെയ്തു. ഇത് സമുദ്രഗുപ്തന്റെ നയതന്ത്ര വിജയത്തെ കാണിക്കുന്നു. തെക്ക് സിംഹളരും പല്ലവരും മുതൽ സമുദ്രഗുപ്തൻ കൊല്ലാതെ വിട്ടയച്ച് പുനഃസ്ഥാപിച്ച രാജവംശങ്ങളുടെ രാജാക്കന്മാരുടെയും വർണ്ണന അലഹബാദിലെ അശോകസ്തംഭത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അലഹബാദ് കോട്ടയ്ക്ക് വെളിയിൽ കിടന്നിരുന്ന മൺകൂന വൃത്തിയാക്കിയപ്പോൾ കണ്ടത് അതുല്യമായൊരു ചരിത്ര സ്മാരക നിധിയാണ്. 35 അടി നീളത്തിൽ ഒരു അശോക സ്തംഭമായിരുന്നു അത്. മുകളിൽ പാലിയിൽ അശോക ചക്രവർത്തിയുടെ ഭരണകാല വർണ്ണനയും അതിനു താഴെ ശുദ്ധ സംസ്കൃതത്തിൽ സമുദ്രഗുപ്തന്റെ ഭരണകാലത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ രാജ്യസദസ്സിനെ അലങ്കരിച്ചിരുന്ന കവിശ്രേഷ്ഠനായിരുന്ന ഹരിസേനൻ എഴുതിയ വരികളും കൊത്തിവെച്ചിരുന്നു. ഏറ്റവും താഴെയുള്ള ഭാഗത്ത് ജഹാംഗീറിന്റെ സ്തുതിപാഠകർ സംസ്കൃത വരിക്കുമേൽ പേർഷ്യൻ ഭാഷയിൽ ജഹാംഗീറിനെ പ്രകീർത്തിച്ചുകൊണ്ട് കൊത്തിവെപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഈ ഒരഭംഗി ഒഴിവാക്കിയാലും അതൊരു ചരിത്രനിധിയായി ഇന്നും സൂക്ഷിക്കപ്പെടുന്നു. മുഴുവൻ വരികളും പകർത്തിയ ശേഷം ബ്രിട്ടീഷ് കാലത്തെ ചരിത്രകാരന്മാരുടെ പരിശ്രമത്താൽ ആ സ്തംഭം വീണ്ടും നാട്ടി. മുകളിലൊരു 4 മുഖ സിംഹനെ കൊത്തിവെപ്പിച്ചിട്ട് കേടുപാട് തീർത്ത് ഉയർത്തിയ ആ സ്തംഭം ഇന്നും അലഹബാദിലുണ്ട്. വൈദിക ദേവിയുടെയോ ഏതോ പ്രാചീന കാല മഹാറാണിയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട ഇളപുരം നഗരം അക്കാലത്ത് ഇലഹാബാദാക്കി മാറ്റുകയും ചെയ്തിരുന്നു.
പഞ്ചാബ് മുതൽ അസം വരെ, കാശ്മീർ, നേപ്പാൾ മുതൽ സിംഹളം വരെ നിരവധി ദ്വീപുകളും ഇവയെല്ലാം സമുദ്രഗുപ്തന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. സമുദ്രഗുപ്തന് ശേഷം കുമാരഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, രാമഗുപ്തൻ, സ്കന്ദഗുപ്തൻ മുതലായ ചക്രവർത്തിമാർ രാജ്യം ഭരിച്ചു. അവരുടെ രാജ്യഭരണത്തിന്റെ ചരിത്രം നമുക്ക് നാളെ വിശദീകരിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.